ഹലോ ഗൈസ്, ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി പറയുകയാണ്. കാരണം എഫ് ബിയിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാ സോഷ്യൽ മീഡിയയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും പിന്നെ എൻ്റെ ഈ ഊള പ്രോഗ്രാം അക്ഷമയോടെ കാണുന്നതിനും കേട്ടോ. പിന്നെ വെറുപ്പിക്കലാണെങ്കിൽ ആദ്യം തന്നെ ഞാനൊരു സോറി പറയുന്നു. എന്നാലും നിങ്ങൾ കാണണം, കണ്ടിട്ട് പോയാൽ മതി. പിന്നെ ഭയങ്കര മടിയാണ്. കാരണം വെച്ചാൽ യൂട്യൂബിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ 3000 വാച്ചവേഴ്സും വേണം. പക്ഷേ എന്നും എൻ്റെ ഫ്രണ്ട്സ് പറയും, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെന്നോട് എപ്പോഴും പറയും, എടാ നീ എപ്പോഴും വീഡിയോ ചെയ്യണം, വീഡിയോ ചെയ്തിട്ട് ഇടണം, എന്നാൽ മാത്രമേ റീച്ച് കിട്ടത്തുള്ളൂ. പക്ഷെ മടിയാണ്. പിന്നെ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് 10 to 6 ആണ് ഡ്യൂട്ടി. എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരാണ് എന്നെ ശരിക്കും ഇൻസ്പയർ ചെയ്യുന്നത്. കാരണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് 210 20 പേരെ അങ്ങോട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരു 400 മെസ്സേജോളം എനിക്ക് അയച്ചവർ എല്ലാവരോടും എനിക്ക് അയച്ചിട്ടുണ്ട്. കാരണം സ്വന്തം വോയിസിൽ തന്നെ ഇടണം, എന്നാലേ മാത്രമേ ക്ലിക്ക് ആകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇടുന്നത്. പിന്നെ നമ്മുടെ നല്ല ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലോട്ട് കുറേ ആൾക്കാർ വരുന്നത് എപ്പോഴും, ചിലർ വരുന്നത് നമുക്ക് അനുഗ്രഹമാണ്, ചിലർ വരുന്നത് നമുക്ക് പാഠങ്ങളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തരും അവർ നമുക്ക്. അത് നല്ലതാണേലും ചീത്തയാണേലും ചിലർ നമുക്ക് പാഠങ്ങളും ചിലർ നമുക്ക് അനുഗ്രഹങ്ങളുമാണ്. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ഉണ്ടാകും, നിങ്ങളുടെ ലൈഫിലുണ്ടാകും എന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം. ഇപ്പം നമ്മൾ എങ്ങോട്ടായി പോകുന്നത് എന്ന് ചോദിച്ചാൽ, ലീന, അതായത് എൻ്റെ സഹോദരിയാണ്. പുള്ളിക്കാരിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടുള്ള യാത്രയാണ്. ബാക്കി നമുക്ക് പുറകാലെ കാണാം വിശേഷം. ഇപ്പം ഞങ്ങൾ തിരുവല്ല കഴിഞ്ഞു. പിന്നെ പിള്ളേർ വീട്ടിലെ സീനൊന്നും എടുക്കാൻ ചെന്നെന്ന് വെച്ചാൽ, വീട്ടിലെ തന്നെ എടുക്കാൻ ചെന്ന് വെച്ചാൽ എല്ലാം കരഞ്ഞ് ശോകമായിരുന്നു. എല്ലാം മൂക്കൾ ഒലിപ്പിച്ച് നിൽക്കുന്നേ ഉള്ളൂ ഇപ്പോൾ പോകുന്നതിൻ്റെ പേരിൽ. അതുകൊണ്ടാണ് എടുക്കാൻ ചെന്നത്. അത് തന്നെയല്ല, കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്ക് നമ്മൾ വീഡിയോ എടുക്കാൻ ചെന്നാൽ അവർ ഇടിച്ച് മൂക്ക് പഴുപ്പിക്കും. അപ്പം അതുകൂടെയൊക്കെ പേടിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ ഇന്ന് ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇവരെപ്പോഴും വാൾ വെക്കുക എന്നുള്ള ഒരു പ്രക്രിയയുണ്ട്. ഇന്നലെ തൊട്ടേ ഞങ്ങൾ എമിസെറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം വാൾ വെക്കത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് രണ്ടിനെയും കൊണ്ടും പോകുന്നത്. പിന്നെ നമ്മുടെ കോട്ടയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൗരിക്കും ഭാനുവിനും ലിസയ്ക്കും എല്ലാവർക്കും കൂടെ ഒരു വിശപ്പിൻ്റെ വിളി വന്നു. ഞാൻ 1/2 കിലോ ചോറുണ്ടായി, എനിക്ക് വരെ വന്നു. ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി. പിന്നെ നമ്മളെ കൊണ്ട് പോകുന്നത് നമ്മുടെ ചങ്കാണ്. അതായത് മനു എന്നാണ് പേര്. പുള്ളിക്കാരൻ മാന്നാറുള്ളതാണ്, എൻ്റെ ഫ്രണ്ടാണ്, ആശുപത്രിയുടെ അടുക്ക തന്നെ ഉള്ളതാണ്. പിന്നെ ഞങ്ങൾ ധൈര്യമായിട്ട് കയറി. കാരണം എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾക്ക് നമ്മൾ എമിസെറ്റ് കൊടുത്തേക്കുന്നുണ്ട്. അവർക്ക് പുട്ട് പുഴുങ്ങി കൊടുക്കുമായിരുന്നു ഇന്നലെ എമിസെറ്റ്. അപ്പോൾ അത് കാരണം നമ്മൾ 100% കോൺഫിഡൻ്റ് ആണ്. പിന്നെ അച്ഛൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ ഇതെല്ലാം ആര് കൊടുക്കും, ഈ ബില്ലെല്ലാം കൂടെ ആര് കൊടുക്കും എന്നുള്ളത് ഓർത്തിട്ടാണെന്ന് അച്ഛൻ്റെ മൂഞ്ചിയെ പാര് എവളോ അഴകാർക്ക്. അച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ട് ശരിക്കും ഇത് വീഡിയോ എടുക്കുന്നതിന്. കാരണം വെച്ചാൽ ഇവരെല്ലാം നാട്ടുകാരെ ബോധ്യപ്പെടുത്താനായിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. അപ്പം ഞാൻ പറയുക വെച്ചാൽ അവർ നാട്ടുകാർ നമ്മളെ കിട്ടിയില്ല വേറെ ആരെങ്കിലും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളും. അവർക്ക് ഇന്ന ആളെ കിട്ടണം എന്നൊന്നുമില്ല. അവരാരെ വെച്ചാണെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. അവർ നമ്മളെ കിട്ടിയില്ല വേറൊരാളെ വെച്ച് കുറ്റം പറഞ്ഞ് അവരവരുടെ വിശപ്പ് തീർത്തോളും. അല്ലാതെ നമ്മളെ തന്നെ കിട്ടണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സന്തോഷങ്ങൾ കളയേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ എന്നാ ഉണ്ട്, ഞങ്ങൾ പിന്നെ ഒരു ചായക്കടയിലോട്ട് കയറി. അനുഗ്രഹ എന്നാണ് ചായക്കടയുടെ പേര്. ഒരു കൊച്ചു കടയാണ്. ഒരു ചേച്ചിയും ചേട്ടനും പച്ച ചിരിയോടെ ഞങ്ങളെ വരവേറ്റ്. ഞങ്ങളങ്ങോട്ട് ചെന്നു, മനു അങ്ങോട്ട് ചെന്നു. അതിനകത്തു നിന്നുള്ളത് ഏതാണ്ടൊക്കെ എടുത്ത് വാരിപ്പെറുക്കി കഴിക്കുന്ന കണ്ടു. ഞാനൊരു ഏത്തക്കാപ്പോയി കഴിച്ചോളൂ. ഒരു ഏത്തക്കാപ്പോ, ഒരു ചായയും പിന്നെ ഒരു നാരങ്ങാ വെള്ളവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതന്നെ ഇവന് നാരങ്ങാ വെള്ളം ചായ എല്ലാം കൂടെ എങ്ങനെ പോകുന്നത്? എനിക്കറിയത്തില്ല. അതൊരു സംഭവമാണ്. അത് എങ്ങനെയാണെങ്കിലും എനിക്ക് പൊക്കോളും. എനിക്ക് നാരങ്ങാ വെള്ളവും ചായയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചു. പിന്നെ ലീന
ശോകമാണ് അവിടെ അവസ്ഥ. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പം തന്നെ ആവുകയാണല്ലോ. അപ്പോൾ ഇത്രയും ദിവസം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇനിയിപ്പോൾ അവൾ മൂഡൗട്ടായി തുടങ്ങുന്നുണ്ട്. പക്ഷേ അതിലേക്ക് ഞങ്ങൾ വരുതി വീഴുന്നില്ല, കാരണം ഞങ്ങൾ സൊറയടിച്ചാണ് എല്ലാവരും കൂടെ പോകുന്നത്. പിന്നെ ബാ, എന്നാൽ നമുക്ക് ബാക്കി പുറകാലെ കാണാം. ബാ.